الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് പറയാൻ പോകുന്ന സഹാബാക്കളിൽ ആദ്യത്തെ പേര് ഹസ്രത്ത് ഉബൈദ് ബിൻ സയ്ദ് അൻസാരിയുടേതാണ്. അദ്ദേഹത്തിന്റെ ബന്ധം ബനു അജ്ലാൻ ഗോത്രവുമായിട്ടാണ്. ബദർ ഉഹദ് യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു. ഹസ്രത്ത് മുആദ് ബിൻ റഫ തന്റെ പിതാവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ഞാൻ എന്റെ സഹോദരൻ ഹസ്രത്ത് ഖല്ലാദ് ബിൻ റാഫിനോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു മെലിഞ്ഞ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ടു. ഞങ്ങളോടൊപ്പം ഉബൈദ് ബിൻ സയ്ദും ഉണ്ടായിരുന്നു. ഏതുവരെ എന്നാൽ ഞങ്ങൾ ബരീദ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അത് റൗഹ എന്ന സ്ഥലത്തിന്റെ അല്പം പിന്നിലാണ്. ഞങ്ങളുടെ ഒട്ടകം അവിടെ ഇരുന്നു. ഒരു ദിവസം മുമ്പും ഈ സഹാബിയുടെ സംഭവത്തിന് കുറച്ചു ഭാഗങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. പറയുന്നു, ഞങ്ങളുടെ ഒട്ടകം ഇരുന്നു. ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ, നിനക്ക് വേണ്ടി ഞാൻ നേർച്ച ചെയ്യുന്നു. അഥവാ ഞങ്ങൾ മദീനയിൽ തിരിച്ചെത്തുകയാണെങ്കിൽ ഇതിനെ കുർബാൻ ചെയ്യുന്നതായിരിക്കും. പറയുന്നു, ഇതേ അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തുകൂടെ കടന്നുപോയി. അവിടുന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേർക്കും എന്താണ് പറ്റിയത്? ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്ത് നിന്നു. അവിടുന്ന് വുളു എടുത്തു. ബാക്കിയുള്ള വെള്ളത്തിൽ തന്റെ ഉമനീര് കലർത്തി. എന്നിട്ട് അങ്ങയുടെ കൽപ്പന പ്രകാരം ഞങ്ങൾ ഒട്ടകത്തിന്റെ വായ തുറന്നു. അവിടുന്ന് ഒട്ടകത്തിന്റെ വായിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നീട് അതിന്റെ തലയിലും കഴുത്തിലും അതിന്റെ തോളിലും അതിന്റെ പൂഞ്ചിലും അതിന്റെ പുറത്തും അതിന്റെ വാലിലും കുറച്ചു വെള്ളം ഒഴിച്ചു. വീണ്ടും അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹുവേ, റാഫിയുനും ഖല്ലാദിനെയും ഇതിൽ യാത്ര ചെയ്യിപ്പിച്ചു കൊണ്ടുപോയാലും. പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോയി. ഞങ്ങളും പോകാനായി പുറപ്പെട്ടു. ഏതുവരെ എന്നാൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൻസഫ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ തുടക്കത്തിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി. അവിടെ എത്തി ഞങ്ങൾ അവരുമായി കൂടിച്ചേർന്നു. ഞങ്ങളുടെ ഒട്ടകം സംഘത്തിൽ ഏറ്റവും മുന്നിലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കണ്ടു. അപ്പോൾ പുഞ്ചിരിച്ചു. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഏതുവരെ എന്നാൽ ബദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ബദറിൽ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞങ്ങളുടെ ഒട്ടകം മുസല്ല എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇരുന്നു. അപ്പോൾ എന്റെ സഹോദരൻ അതിനെ അറുത്തു. അതിന്റെ മാംസം സദക്ക നൽകുകയുണ്ടായി. ഇതിൽ അദ്ദേഹത്തോടൊപ്പം ഇദ്ദേഹവും ഉണ്ടായിരുന്നു, അതായത് ഹസ്രത്ത് ഉബൈദ് ബിൻ സയ്ദ്. ഹസ്രത്ത് സാഹിർ ബിൻ ഹറാം അൽ അഷ്ജയി ഒരു സഹാബിയായിരുന്നു. ഇദ്ദേഹം ബദരി സഹാബിയാണ്. ഇദ്ദേഹത്തിന്റെ ബന്ധം അഷ്ജ ഗോത്രവുമായിട്ടാണ്. ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. ഹസ്രത്ത് അനസ് ബിൻ മാലിക്കിൽ നിന്ന് നിവേദനം, ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സാഹിദ് എന്നായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന് ഒരുപാട് സാധനങ്ങളും ധനവും നൽകി അദ്ദേഹത്തെ യാത്ര അയക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഇന്ന സാഹിറൻ ബാദിഅതന വനഹനു ഹാദിറുഹു. സാഹിർ നമ്മുടെ ഗ്രാമവാസിയായ സുഹൃത്താണ്, നാം അദ്ദേഹത്തിന്റെ നഗരത്തിലെ സുഹൃത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് സ്നേഹം വെച്ചു പുലർത്തിയിരുന്നു. ഹദ്റത്ത് സാഹിദ് സാധാരണ രൂപഭംഗിയുള്ള ഒരാളായിരുന്നു. ഒരു ദിവസം അപ്രകാരം സംഭവിച്ചു. ഹദ്റത്ത് സാഹിർ മാർക്കറ്റിൽ തന്റെ സാധനം വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തു ചെന്നു. എന്നിട്ട് പിന്നിൽ നിന്ന് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഒരു റിവായത്തിൽ വരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് പൊത്തുകയുണ്ടായി. ഹസ്രത്ത് സാഹിർ ഹുസൂറിനെ കാണാൻ സാധിച്ചിരുന്നില്ല. പിന്നിൽ ആരാണെന്ന് മനസ്സിലായില്ല. എന്നെ വിടൂ എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, തിരിച്ചറിഞ്ഞു. ഹസ്രത്ത് സാഹിർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അല്പം ഒന്ന് തിരിഞ്ഞപ്പോൾ ഒരു മിന്നാട്ടം കണ്ടിരിക്കാം. തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ അല്പം തിരിഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് ബോധ്യം വന്നു. അപ്പോൾ തന്റെ ശരീരം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചുമായി കൂട്ടിച്ചേർത്ത് ഉരസാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശ രൂപേണ പറഞ്ഞു, ആരാണ് ഈ അടിമയെ വാങ്ങാൻ തയ്യാറുള്ളത്? ഹദ്റത്ത് സാഹിർ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അപ്പോൾ ഇത് വളരെ നഷ്ടമുള്ള ഒരു കച്ചവടമായിരിക്കും. എന്നെ ആര് വാങ്ങിക്കാനാണ്? അപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ പക്കൽ ഇത് ഒരിക്കലും നഷ്ടക്കച്ചവടമല്ല. അതല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞു, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിനക്ക് വളരെയധികം വിലയുണ്ട്. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുകമ്പയുടെ ഈ സംഭവം ഒരു സ്ഥലത്ത് വിവരിച്ചിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഇതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. അവിടുന്ന് കണ്ടു ഒരു ദരിദ്രനായ സഹാബി. അദ്ദേഹം അതോടൊപ്പം തന്നെ രൂപഭംഗിയില്ലാത്ത ആളുമായിരുന്നു. കഠിനമായ ചൂടുള്ള കാലത്ത് സാധനങ്ങൾ എടുക്കുന്നു, വസ്തുക്കൾ എടുത്തുമാറ്റുന്നു. അയാളുടെ മുഴുവൻ ശരീരവും വിയർപ്പ് കൊണ്ടും പൊടിപടലങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നു. ഏതുപോലെ കുട്ടികൾ കളിക്കുമ്പോൾ ഒരാളുടെ കണ്ണ് പൊത്തിക്കൊണ്ട് പറയുന്നു, ആരാണ് കണ്ണ് പൊത്തിയിരിക്കുന്നത് എന്ന് അനുമാനിച്ചു പറയുക, അതുപോലെ ചെയ്യുകയുണ്ടായി. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി ചെന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ കൈവച്ചു. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൃദുലമായ കൈകൾ തടവിയപ്പോൾ മനസ്സിലായി ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം സ്നേഹം ആധിക്യം കാരണം തന്റെ ശരീര വസ്ത്രവുമായി ഉരസാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ടിരുന്നു. അവസാനം അവിടുന്ന് പറഞ്ഞു, എന്റെ അടുത്ത് ഒരു അടിമയുണ്ട്, ഇതിനെ വാങ്ങുന്നവരായി ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എന്നെ ലോകത്ത് വാങ്ങാൻ തയ്യാറായി ആരാണുള്ളത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അങ്ങനെ പറയരുത്, അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിനക്ക് വലിയ വിലയാണുള്ളത്. അത്ഭുതകരമായ സ്നേഹത്തിന്റെ അനുഗ്രഹമാണ് ഈ ആളുകൾ പ്രാപിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറയുകയുണ്ടായി, ഇന്നലി കുല്ലി ഹാദിറത്തൻ ബാദിയത്തൻ വ ബാദിയത്തി ആലി മുഹമ്മദിൻ സാഹിറു ഇബ്നു ഹറാം. അതായത് ഓരോ നഗരവാസിക്കും ഗ്രാമവാസിയുമായി ഒരു ബന്ധമുണ്ട്. ആലി മുഹമ്മദിന്റെ ഗ്രാമവുമായുള്ള ബന്ധം സാഹിർ ബിനു ഹറാം ആണ്. സാഹിർ ബിനു ഹറാം പിന്നീട് കൂഫയിലേക്ക് താമസം മാറ്റുകയുണ്ടായി. അടുത്ത സഹാബി പറയാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ പേര് ഹദ്റത്ത് സയ്യിദ് ബിനു ഖത്താബ് എന്നാണ്. അവിടുന്ന് ഹദ്റത്ത് ഉമറിന്റെ മൂത്ത സഹോദരനായിരുന്നു. ഹദ്റത്ത് ഉമർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഇദ്ദേഹം പ്രാരംഭകാലത്ത് ഹിജ്റത്ത് ചെയ്ത ആളുകളിൽപ്പെട്ട ആളായിരുന്നു. ബദർ, ഉഹദ്, ഖന്ദക്, ഹുദൈബിയ, ബൈഅത്ത് റിസ്വാൻ അടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സഹോദര ബന്ധം ഹസ്രത്ത് മുആൻ ബിൻ അദിയുമായി നടത്തുകയുണ്ടായി. ഈ രണ്ട് സഹാബാക്കളും യമാമ യുദ്ധത്തിൽ ഷഹീദായി. ഉഹദ് ദിവസം ഹസ്രത്ത് ഉമർ ഹസ്രത്ത് സയ്യിദിനോട് അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ഹസ്രത്ത് സയ്യിദ് ഹസ്രത്ത് ഉമറിന്റെ മൂത്ത സഹോദരനായിരുന്നു, എന്റെ പടച്ചട്ട അണിഞ്ഞുകൊള്ളുക. ഹസ്രത്ത് സയ്യിദ് കുറച്ചു സമയത്തിനായി പടച്ചട്ട അണിഞ്ഞു. പിന്നീട് ആ പടച്ചട്ട ഊരുകയുണ്ടായി. ഹസ്രത്ത് ഉമർ ആ പടച്ചട്ട ഊരാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഹസ്രത്ത് സയ്യിദ് മറുപടി പറഞ്ഞു, ഞാനും അതേ ഷഹാദത്ത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ഏതൊന്നാണോ താങ്കൾ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും അങ്ങനെ പടച്ചട്ട ഉപേക്ഷിക്കുകയുണ്ടായി. ഹസ്രത്ത് സയ്യിദ് ബിൻ ഖിതാബിൽ നിന്ന് നിവേദനം, ഹജ്ജത്തുൽ വിദായുടെ അവസരത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ അടിമകളെ പരിഗണിക്കുക. അവർക്ക് എന്താണോ നിങ്ങൾ ഭക്ഷിക്കുന്നത് അതിൽ നിന്ന് നൽകുക. നിങ്ങൾ ധരിക്കുന്നത് തന്നെ അവരെയും ധരിപ്പിക്കുക. അഥവാ അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ അവർക്ക് മാപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അള്ളാഹുവിന്റെ ദാസരെ, നിങ്ങൾ അവരെ വിൽക്കുക, അവർക്ക് ശിക്ഷ നൽകരുത്. യമാമ യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ചുവടുകൾ തെറ്റിയപ്പോൾ ഹദ്റത്ത് സയ്യിദ് ബിൻ ഖത്താബ് ഉയർന്ന ശബ്ദത്തിൽ വിളിക്കാൻ തുടങ്ങി. ഇപ്രകാരം ദുആ ചെയ്തു: അല്ലാഹുവേ, ഞാൻ നിന്നോട് എന്റെ സുഹൃത്തുക്കൾ ഓടിപ്പോകുന്നതിൽ ക്ഷമ ചോദിക്കുന്നു. മുസൈലിമ കസാബിന്റെയും മുഹക്കമ്മ ബിൻ തുഫൈലും ചെയ്തിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്റെ സമക്ഷത്തിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതായി പ്രഖ്യാപിക്കുന്നു. പിന്നീട് അവിടുന്ന് കൊടി ശക്തമായി പിടിച്ച് ശത്രുക്കളുടെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ട് തന്റെ വാളുകൊണ്ടുള്ള പ്രാഗൽഭ്യം കാണിക്കാൻ തുടങ്ങി. ഏതുവരെ എന്നാൽ അവിടുന്ന് ഷഹീദായി. ഹദ്റത്ത് സയ്യിദ് ഷഹീദായപ്പോൾ ഹദ്റത്ത് ഉമർ പറയുകയുണ്ടായി: അള്ളാഹു സയ്യിദിനോട് കാരുണ്യം ചെയ്യട്ടെ, എന്റെ സഹോദരൻ 2 നന്മകളിൽ എന്നേക്കാൾ മുൻകടന്നുപോയി. ഒന്ന്, ഇസ്ലാം സ്വീകരിക്കുന്ന കാര്യത്തിൽ. മറ്റൊന്ന്, എനിക്ക് മുമ്പ് തന്നെ അദ്ദേഹം ഷഹീദാവുകയും ചെയ്തു. ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, ഹദ്റത്ത് ഉമർ മുത്തം ബിൻ നുവൈറ തന്റെ സഹോദരൻ മാലിക് ബിൻ നുവൈറയുടെ സ്മരണയിൽ ശോകകാവ്യം ചൊല്ലുന്നതായി കേട്ടപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു: അഥവാ എനിക്കും നിന്നെപ്പോലെ നല്ല കവിതകൾ പറയാൻ അറിയുമായിരുന്നുവെങ്കിൽ ഞാനും എന്റെ സഹോദരൻ സയ്യിദിന്റെ സ്മരണയിൽ ഇതുപോലെ കാവ്യം ചൊല്ലുമായിരുന്നു. ഏതുപോലെ നീ നിന്റെ സഹോദരനെ കുറിച്ച് ചൊല്ലിയോ? അപ്പോൾ മുത്തമ്മിം ബിൻ നുവൈറ പറഞ്ഞു: അഥവാ എന്റെ സഹോദരനും അതുപോലെയാണ് ലോകത്ത് നിന്ന് കടന്നുപോയത്. ഏതുപോലെയാണ് താങ്കളുടെ സഹോദരൻ പോയത്? അപ്പോൾ ഞാൻ ഒരിക്കലും തന്നെ അവനെ കുറിച്ച് ദുഃഖിക്കുമായിരുന്നില്ല. അപ്പോൾ ഹദ്റത്ത് ഉമർ പറഞ്ഞു: ഇന്നുവരേക്കും ഒരാളും തന്നെ എന്നോട് ഈ വിധത്തിലുള്ള അനുശോചനം പറഞ്ഞിട്ടില്ല. ഏതുപോലെ താങ്കൾ പറഞ്ഞുവോ? ഈ സംഭവത്തിന്റെ മറ്റൊരു വിശദീകരണം നിവേദനത്തിൽ കാണാൻ സാധിക്കും. ഹദ്റത്ത് ഉമർ ഹദ്റത്ത് മുത്തമ്മിം ബിൻ നുവൈറയോട് പറഞ്ഞു: നിനക്ക് നിന്റെ സഹോദരന്റെ കാര്യത്തിൽ എത്രമാത്രം കഠിനമായ ദുഃഖമാണുള്ളത്. അദ്ദേഹം തന്റെ ഒരു കണ്ണിലേക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു: എന്റെ ഈ കണ്ണ് ഈ ദുഃഖം കൊണ്ടാണ് പാഴായിപ്പോയത്. ഞാൻ എന്റെ നല്ല കണ്ണുകൊണ്ട് ഇത്രമാത്രം കരഞ്ഞു. രോഗബാധിതമായ കണ്ണും കണ്ണുനീർ ഒഴുക്കുന്നതിൽ അതിനെ സഹായിച്ചു. ഹദ്റത്ത് ഉമർ പറഞ്ഞു: ഇത് അത്രമാത്രം കഠിനമായ ദുഃഖമാണ്. ആരും തന്നെ തന്റെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഇത്രമാത്രം കഠിനമായ ദുഃഖം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കുകയില്ല. ഇത് ഹദ്റത്ത് ഉമർ പറഞ്ഞു. പിന്നീട് ഹദ്റത്ത് ഉമർ പറഞ്ഞു: അല്ലാഹു സയ്യിദ് ബിൻ ഖത്താബിനോട് കാരുണ്യം ചെയ്യുമാറട്ടെ. അഥവാ എനിക്ക് കവിത ചൊല്ലാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഞാനും തീർച്ചയായും ഹദ്റത്ത് സയ്യിദിനെ കുറിച്ച് അതുപോലെ കരയുമായിരുന്നു. ഏതുപോലെ നീ നിന്റെ സഹോദരനെ കുറിച്ച് കരയുന്നുവോ? ഹദ്റത്ത് മുത്തമ്മിം പറഞ്ഞു: ഓ അമീറുൽ മുഅ്മിനീൻ, അഥവാ എന്റെ സഹോദരൻ യമാമ യുദ്ധത്തിൽ അതുപോലെ ഷഹീദായിരുന്നുവെങ്കിൽ ഏതുപോലെയാണോ താങ്കളുടെ സഹോദരൻ ഷഹീദായത്, ഞാൻ ഒരിക്കലും തന്നെ അദ്ദേഹത്തെ കുറിച്ച് കരയുമായിരുന്നില്ല. ഈ കാര്യം ഹദ്റത്ത് ഉമറിന്റെ ഹൃദയത്തിൽ തട്ടി. തന്റെ സഹോദരനെ കുറിച്ച് അദ്ദേഹത്തിന് തൃപ്തി കൈവന്നു. ഹദ്റത്ത് ഉമർ തന്റെ സഹോദരന്റെ വേർപാടിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു: മന്ദമാരുതൻ വീശുമ്പോൾ എന്റെ പക്കൽ സയ്യിദിന്റെ സുഗന്ധം കൊണ്ടുവരുന്നു. മുസൈലിമ കദ്ദാബിന്റെ സുഹൃത്തുക്കളിൽ റജ്ജാൻ ബിൻ ഉൻഫുവ ഹദ്റത്ത് സയ്യിദിന്റെ കൈകൾ കൊണ്ടാണ് വധിക്കപ്പെട്ടത്. ഒരു റിവായത്തിൽ റജ്ജാൻ ബിൻ ഉൻഫിയയുടെ പേര് നഹാർ എന്നും വന്നിട്ടുണ്ട്. ഇയാൾ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു. ഹിജ്റത്ത് ചെയ്തു, ഖുർആൻകാരിയായിരുന്നു. എന്നാൽ പിന്നീട് മുസ്ലിമുടെ കൂടെ ചേർന്നു. അതുകൊണ്ട് എപ്പോഴും പര്യവസാനം ശുഭമായി തീരുന്നതിനു വേണ്ടി ദുആ ചെയ്യേണ്ടതാണ്. അയാളോട് പറഞ്ഞു: ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം താങ്കളെ നുബുവത്തിൽ പങ്കാളികളാക്കിയിട്ടുണ്ട്. ഇത് ബനൂ ഹുനൈഫയുടെ ഏറ്റവും വലിയ ഫിത്നകളിൽ ഒന്നായിരുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം: ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു സംഘത്തോടൊപ്പം ഇരിക്കുകയായിരുന്നു. ഞങ്ങളോടൊപ്പം റജ്ജാൻ ബിൻ ഉൻഫുവയും ഉണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: നിങ്ങളിൽ ഒരാളുണ്ട്, അയാളുടെ താടി ഉഹദ് പർവ്വതത്തിന് തുല്യമായ അഖ്ദിയിൽ ആയിരിക്കും. അതായത് അയാൾ അഖ്ദിയിലായിരിക്കും. അയാൾ ഒരു സമുദായത്തെ വഴിപിഴപ്പിക്കും. പിന്നീട് ഞാനും റജ്ജാൻ ബിൻ ഉൻഫയും ബാക്കിയായി. ഞാൻ എപ്പോഴും ഇതിനെക്കുറിച്ച് ഭയപ്പെടുമായിരുന്നു. ഏതുവരെ എന്നാൽ റജ്ജാൻ ബിൻ ഉൻഫുവ മുസൈലിമ കദ്ദാബിനോടൊപ്പം കൂടി. അങ്ങനെ അയാൾ മറ്റേയാളുടെ നുബുവത്തിന് സാക്ഷ്യം വഹിച്ചു. ഈ റജ്ജാൻ ബിൻ ഉൻഫുവ യമാമ യുദ്ധത്തിൽ വധിക്കപ്പെട്ടു. ഹദ്റത്ത് സയ്യിദ് ബിൻ ഖത്താബ് അയാളെ വധിച്ചു.
ഹസ്രത്ത് സെയ്ദ് ബിൻ ഖിത്താബിനെ അബൂ മറിയം അൽ ഹൻഫിയ ആണ് ഷഹീദാക്കിയത്. ഹസ്രത്ത് ഉമർ ഒരിക്കൽ അബൂ മറിയമിനോട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, നീ സെയ്ദിനെ ഷഹീദാക്കിയിരുന്നോ? അദ്ദേഹം ഹസ്രത്ത് ഉമറിനോട് പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു ഹസ്രത്ത് സെയ്ദിനെ എന്റെ കൈകൾ കൊണ്ട് ആദരവ് നൽകി, എന്നെ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് നിന്ദനാക്കുകയും ചെയ്തില്ല. ഹസ്രത്ത് ഉമർ അബൂ മറിയമിനോട് പറഞ്ഞു, നിന്റെ അഭിപ്രായത്തിൽ ആ ദിവസം യമാമ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ നിങ്ങളുടെ എത്ര ആളുകളെ വധിച്ചിട്ടുണ്ടായിരിക്കും? അബൂ മറിയം പറഞ്ഞു, 1400 അതിൽ അധികമോ? ഹസ്രത്ത് ഉമർ പറഞ്ഞു, ബിസൽ ഖത്തൽ, എത്രമാസം മോശം വധിക്കപ്പെട്ട ആളുകളാണ് അവർ. അബൂ മറിയം പറയുന്നു, എല്ലാ സ്തുതിയും അള്ളാഹുവിനുള്ളതാണ്. ആരാണോ എന്നെ ബാക്കിയാക്കിയത് ഏതുവരെ എന്നാൽ ഞാൻ ആ ദീനിലേക്ക് തിരിഞ്ഞു, ഏതൊന്നാണോ അവൻ തന്റെ നബിക്കും മുസ്ലിങ്ങൾക്കുമായി ഇഷ്ടപ്പെട്ടത്. ഹസ്രത്ത് ഉമർ അബൂ മറിയമ്മയുടെ ഈ കാര്യം കേട്ട് വളരെയധികം സന്തോഷിച്ചു. അബൂ മറിയം പിന്നീട് ബസ്രയിലെ കാദിയും ആയി മാറി. അടുത്ത സഹാബി ആണ്, അദ്ദേഹത്തിന്റെ പേര് ഹസ്രത്ത് ഉബാദ ബിൻ ഖഷ്ഖാഷ് എന്നാണ്. ഹസ്രത്ത് ഉബാദ ബിൻ ഖഷ്ഖാഷ് വാക്കിദി അബ്ദ ബിൻ ഹസാസ് എന്നും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇബ്നു മന്ദ അദ്ദേഹത്തിന്റെ പേര് ഉബാദ ബിൻ ഖഷ്ഖാഷ് അംബരി എന്നാണ് വിവരിച്ചിരിക്കുന്നത്. ബലീസ് ഗോത്രവുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ബന്ധം. ഹസ്രത്ത് മുജറസ് ബിൻ സിയാദിന്റെ പിതൃ സഹോദരനായിരുന്നു. അദ്ദേഹത്തിന്റെ മാതാവിന്റെ ഭാഗത്തിന്റെ സഹോദരനായിരുന്നു. അബൂ സാലിമിന്റെ സഖ്യകക്ഷിയായിരുന്നു. ഹസ്രത്ത് ഉബാദ ബിൻ ഖഷ്ഖാഷ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു. ഖൈസ് ബിൻ സാഹിബിനെ ബദർ യുദ്ധത്തിൽ അവിടുന്ന് തടവിലാക്കുകയുണ്ടായി. ഹസ്രത്ത് ഉബാദ ബിൻ ഖഷ്ഖാഷ് ഊഹദ് ദിവസം ഷഹീദായി. ഹസ്രത്ത് ഉമാൻ ബിൻ മാലിക്, ഹസ്രത്ത് മുജറസ് ബിൻ സിയാദ് എന്നിവരോടൊപ്പം ഒരു ഖബറിൽ അദ്ദേഹത്തെ ഖബറടക്കുകയും ചെയ്തു. അടുത്ത സഹാബിയുടെ പേര് ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജദ് എന്നാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ജദ് ബിൻ കേസ് എന്നായിരുന്നു. അയാളുടെ സ്ഥാനപ്പേര് അബൂ വഹബ് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ബന്ധം ബനു സലമ ഗോത്രവുമായിട്ടായിരുന്നു. അത് അൻസാറുകളുടെ ഒരു ഗോത്രം ആയിരുന്നു. ഹസ്രത്ത് മുആദ് ബിൻ ജബൽ മാതാവിന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജദ് ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. തബൂക്ക് യുദ്ധത്തിന്റെ അവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ബിൻ ജദ്ദിന്റെ പിതാവ് അബൂ വഹബിനോട് പറയുകയുണ്ടായി, അബൂ വഹബ്, ഈ വർഷം ഞങ്ങളോടൊപ്പം യുദ്ധത്തിന് താങ്കൾ പുറപ്പെടുകയില്ലേ? അബൂ വഹബ് പറഞ്ഞു, താങ്കൾ എനിക്ക് അനുവാദം നൽകിയാലും എന്നെ കുഴപ്പത്തിൽ അകപ്പെടുത്തരുത്, എനിക്ക് പോകാൻ സാധ്യമല്ല. എന്റെ സമൂഹത്തിനറിയാം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അയാൾ പറഞ്ഞ ഒഴിവ് കഴിവ് അത്ഭുതകരമായ ഒഴിവ് കഴിവാണ്. എന്റെ സമൂഹത്തിനറിയാം ഞാൻ സ്ത്രീകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അഥവാ ഞാൻ ബനു അസ്ഫർ, അതായത് റോമക്കാരുടെ സ്ത്രീകളെ കണ്ടാൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അയാൾക്ക് അനുവാദം നൽകി. ശരി, ഒഴിവുകഴിവ് പറയുകയാണ്, അവധി നൽകി, പോകേണ്ടതില്ല. ഹദ്റത്ത് അബ്ദുല്ല ബിൻ ജദ് തന്റെ പിതാവിന്റെ അടുത്തു വന്നു. അദ്ദേഹത്തിന് ഇതറിയാൻ കഴിഞ്ഞപ്പോൾ പിന്നീട് തന്റെ പിതാവിനോട് പറഞ്ഞു, താങ്കൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എന്തിനാണ് നിരാകരിച്ചത്? അള്ളാഹുവാണ് സത്യം, താങ്കൾ ബനു സലമയിൽ ഏറ്റവും വലിയ ധനികനാണ്. ഇന്ന് അവസരമാണ്, ഇതിൽ ഭാഗവാക്കാവുക. താങ്കൾ സ്വയം യുദ്ധത്തിനു വേണ്ടി ഇറങ്ങുന്നില്ല, ആർക്കെങ്കിലും യാത്രാവാഹനം ഒരുക്കി നൽകുകയും ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഓ എന്റെ മകനെ, ഇവിടെ മകന്റെ മുന്നിൽ മറ്റൊരു ഒഴിവുകഴിവ് പറയുന്നു, അത് തന്നെയാണ് യാഥാർത്ഥ്യവും. എന്റെ മകനെ, ഞാൻ എന്തിനാണ് ഈ ഉഷ്ണവും പ്രയാസവുമുള്ള കാലാവസ്ഥയിൽ ബനു അസ്ഫറിന്റെ ഭാഗത്തേക്ക് പുറപ്പെടുന്നത്? ഞാൻ കർബ ബനു സലമയുടെ വീടുള്ള സ്ഥലമാണ്. എന്റെ വീട്ടിൽ പോലും അവരെ കുറിച്ചുള്ള ഭയം കാരണം സുരക്ഷിതനായി കരുതുന്നില്ല. റോമക്കാരെ കുറിച്ച് വലിയ ഭയമായിരുന്നു. ഇദ്ദേഹം ഭീരുവായ മനുഷ്യനായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണോ? എന്നിട്ട് അവർക്കെതിരെ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? ഓ മകനെ, അള്ളാഹുവാണ് സത്യം, എനിക്ക് കാലത്തിന്റെ കറക്കത്തെക്കുറിച്ച് നല്ലവണ്ണം അറിയാം. എനിക്കറിയാം അവസ്ഥകൾ എന്താണ് എന്ന്. ഇന്നൊന്നാണ്, നാളെ മറ്റൊന്നാണ്. ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ട് ഹദ്റത്ത് അബ്ദുല്ല തന്റെ പിതാവിനോട് കഠിനമായി പെരുമാറി. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നിങ്ങളിൽ കാപട്യം ഉണ്ട്. അള്ളാഹു തീർച്ചയായും താങ്കളെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കും. അതെല്ലാവരും വായിക്കുകയും ചെയ്യും. അള്ളാഹു എല്ലാം വെളിപ്പെടുത്തും, താങ്കൾ മുനാഫിക്കീങ്ങളിൽ പെട്ടവനാണ് എന്ന്.
അപ്പോൾ ഹസ്രത്ത് അബ്ദുള്ളയുടെ പിതാവ് തന്റെ ഷൂ അഴിച്ച് അബ്ദുള്ളയുടെ മുഖത്ത് അടിക്കുകയുണ്ടായി. അബ്ദുള്ള അവിടെ നിന്ന് പോവുകയുണ്ടായി. തന്റെ പിതാവിനോടൊന്നും സംസാരിച്ചില്ല. ജദ് ബിൻ കേസ് ഹസ്രത്ത് അബ്ദുള്ളയുടെ പിതാവ് ഒരു സ്ഥലത്ത് അസദുൽ ഗാബയിൽ എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് കാപട്യം അനുമാനിച്ചിരുന്നു. ഇദ്ദേഹം ഹുദൈബിയയിൽ പങ്കെടുത്തിരുന്നു. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആളുകൾ ബൈഅത്ത് ചെയ്തപ്പോൾ അയാൾ ബൈഅത്തിലും പങ്കെടുത്തില്ല. പറയപ്പെടുന്നു പിന്നീട് അയാൾ തൗബ ചെയ്തു. അയാളുടെ മരണം ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായത്. അടുത്ത സഹാബി ഹസ്രത്ത് ഹാരിസ് ബിൻ ഔസ് ബിൻ മുആദ് ആണ്. അദ്ദേഹം ഔസ് ഗോത്രത്തിന്റെ നേതാവ് ഹസ്രത്ത് ഔസ് ബിൻ മുആദിന്റെ സഹോദരപുത്രൻ ആയിരുന്നു. ബദർ ഉഹദ് യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു 28ാമത്തെ വയസ്സിൽ ഉഹദ് യുദ്ധത്തിൽ വെച്ച് ഷഹീദായി. എന്നാൽ ചില മറ്റു റിവായത്തുകളിൽ നിന്ന് ഇതറിയാൻ സാധിക്കുന്നു അവിടുന്ന് ഉഹദ് യുദ്ധത്തിൽ ഷഹീദായിരുന്നില്ല. ഹസ്രത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഞാൻ ഉഹദ് യുദ്ധത്തിന്റെ അവസരത്തിൽ ആളുകളുടെ കാൽപ്പാടുകൾ നോക്കിക്കൊണ്ട് പുറപ്പെട്ടു. ഞാൻ എന്റെ പിന്നിൽ ഭൂമിയിൽ ചവിട്ടടി ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ഹസ്രത്ത് സഅദ് ബിൻ മുആദ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരപുത്രൻ ഹാരിസ് ബിൻ ഔസും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പരിച ഉയർത്തിപ്പിടിച്ചിരുന്നു. ഈ റിവായത്ത് ഈ കാര്യത്തിനുള്ള തെളിവ് കൂടിയാണ്. അദ്ദേഹം ഉഹദിന് ശേഷവും ജീവിച്ചിരുന്നിട്ടുണ്ട്. ഹസ്രത്ത് ഹാരിസിനെ കുറിച്ച് വിവരിക്കപ്പെടുന്നു, അദ്ദേഹം അവരിൽ ഉൾപ്പെട്ടിരുന്നു ആരാണോ കഅബ് ബിൻ അഷ്റഫിനെ വധിച്ചത്. ഈ ആക്രമണത്തിനിടയ്ക്ക് അങ്ങയുടെ കാലുകളിൽ മുറിവ് പറ്റി രക്തം ഒഴുകാൻ തുടങ്ങി. സഹാബാക്കൾ അങ്ങയെ എടുത്ത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ കൊണ്ടുവന്നു. കഅബ് ബിൻ അഷ്റഫ് ആ വ്യക്തിയായിരുന്നു. അയാൾ കരാറിൽ ഏർപ്പെടുകയും മദീനയിലെ നേതാക്കളിൽപ്പെട്ട ആളായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ ഫിത്ന പ്രചരിപ്പിക്കാൻ തുടങ്ങി. അയാളെ വധിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന നൽകി. ഏതായിരുന്നാലും അദ്ദേഹത്തിന് പരിക്ക് പറ്റിയ സംഭവം ഇയാളെ വധിക്കാനുള്ള അവസരത്തിൽ ഷറ ഉംദത്തുൽ കാരിയിൽ അതിന്റെ കൂടുതൽ വിശദീകരണം ഉണ്ട്. മുഹമ്മദ് ബിൻ മുസ്ലിമ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കഅബ് ബിൻ അഷ്റഫിനെ മേൽ ആക്രമണം നടത്തി അയാളെ വധിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഹാരിസ് ബിൻ ഔസിന് വാളിന്റെ തുമ്പ് കൊള്ളുകയുണ്ടായി. അദ്ദേഹത്തിന് പരിക്കുപറ്റി. തന്റെ സുഹൃത്തുക്കളുടെ വാളിന്റെ അറ്റം കൊണ്ടാണ് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തെ സുഹൃത്തുക്കളെടുത്ത് എളുപ്പത്തിൽ മദീനയിൽ കൊണ്ടുവന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ ഹാജരാക്കി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹാരിസ് ബിൻ ഔസിന്റെ മുറിവിൽ തന്റെ ഉമിനീർ പുരട്ടി. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. കഅബ് ബിൻ അഷ്റഫിന്റെ വധത്തിന്റെ സംഭവം, എന്തിനാണ് അയാളെ വധിച്ചത്, അതിന്റെ വിശദീകരണം ഒരവസരത്തിൽ ഞാൻ അല്പം വിവരിച്ചിരുന്നു. കൂടുതൽ വിശദീകരണം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതിയിട്ടുണ്ട്. അത് വിശദീകരിക്കാം. ചില കാര്യങ്ങൾ അത് തന്നെയാണ്. കഅബ് മതപരമായി യഹൂദിയായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ യഹൂദി വംശജനായിരുന്നില്ല, മറിച്ച് അറബിയായിരുന്നു. അയാളുടെ പിതാവ് അഷ്റഫ് ബനു ലബ്ഹാനിലെ ഒരു ബുദ്ധിമാനും ഊർജ്ജസ്വലനുമായ വ്യക്തിയായിരുന്നു. അയാൾ മദീനയിൽ വന്ന് ബനു നദീറുമായി ബന്ധമുണ്ടാക്കി. അവരുടെ സഖ്യകക്ഷിയായി. അവസാനം അയാൾ ഇത്രമാത്രം സ്ഥാനം കരസ്ഥമാക്കി, ഭരണവും കരസ്ഥമാക്കി. ബനു നദീർ ഗോത്രത്തിലെ വലിയ തലവനായ അബു റാഫി ബിൻ ഹുക്കൈക്ക് തന്റെ മകളെ അയാൾക്ക് വിവാഹം ചെയ്തു നൽകുകയുണ്ടായി. ആ പെൺകുട്ടിയിൽ നിന്നാണ് കഅബ് ജനിച്ചത്. അയാൾ വലുതായപ്പോൾ തന്റെ പിതാവിനേക്കാൾ വലിയ സ്ഥാനം കരസ്ഥമാക്കി. ഇതുവരെ എന്നാൽ അയാൾക്ക് ഈ സ്ഥാനം ലഭിക്കുകയുണ്ടായി. മുഴുവൻ അറേബ്യയിലും യഹൂദികൾ തങ്ങളുടെ നേതാവായി ഇയാളെ മനസ്സിലാക്കാൻ തുടങ്ങി. കഅബ് ഒരു ബുദ്ധിമാനും സൗന്ദര്യമുള്ള വ്യക്തിയുമായിരുന്നു എന്നതോടൊപ്പം തന്നെ നല്ലവണ്ണം സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയുമായിരുന്നു. നല്ലപോലെ സംസാരിക്കുമായിരുന്നു, നല്ലപോലെ പ്രസംഗിക്കുമായിരുന്നു, കവിയും ആയിരുന്നു, വളരെ ധനികനായ വ്യക്തിയും ആയിരുന്നു. തന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാർക്കും മറ്റു സ്വാധീനമുള്ള ആളുകളെയും തന്റെ ധനത്തിന്റെ വിനിയോഗം കൊണ്ട് തന്റെ കൈകളിൽ ആക്കിയിരുന്നു. എന്നാൽ സ്വഭാവപരമായ ദൃഷ്ടികോണിൽ അയാൾ അങ്ങേയറ്റം മോശം സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. കുതന്ത്രങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും ചെയ്യുന്നതിൽ അയാൾക്ക് പ്രത്യേകം കഴിവുണ്ടായിരുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റത്ത് ചെയ്തപ്പോൾ
യഹൂദികളോടൊപ്പം ഉണ്ടാക്കിയ കരാറിൽ ഇയാളും ഉൾപ്പെട്ടു. ഇത് വളരെ നീണ്ട വിശദീകരണം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ ചുരുങ്ങിയ നിലയിൽ പറയുന്നതായിരിക്കും. ഏതായിരുന്നാലും ഇയാൾ ഈ കരാറിൽ പങ്കെടുത്തു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികൾക്കും ഇടയിൽ പരസ്പരം സൗഹൃദത്തിന്റെയും സമാധാന കാര്യങ്ങളിലും ഒന്നു ചേർന്നുകൊണ്ടുള്ള പ്രതിരോധത്തെക്കുറിച്ചുമുള്ള കരാറിൽ. എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ കഅബിന് വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും അഗ്നി ജ്വലിക്കാൻ തുടങ്ങി. കരാറിൽ പ്രത്യക്ഷത്തിൽ ഉൾപ്പെട്ടു, എന്നാൽ അയാളുടെ ഹൃദയത്തിൽ കുഴപ്പമുണ്ടായിരുന്നു, കാപട്യം ഉണ്ടായിരുന്നു, ശത്രുത ഉണ്ടായിരുന്നു, വിദ്വേഷവും അസൂയയും ഉണ്ടായിരുന്നു. അത് കാരണം ആ അഗ്നിയിൽ അയാൾ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിദ്വേഷവും അസൂയയും നിമിത്തം അയാൾ കുതന്ത്രങ്ങൾ കൊണ്ടും രഹസ്യമായ ആക്രമണങ്ങൾ കൊണ്ടും ഇസ്ലാമിനെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും എതിർക്കാൻ തുടങ്ങി. എഴുതപ്പെടുന്നു, കഅബ് എല്ലാ വർഷവും യഹൂദി പണ്ഡിതന്മാരെയും നേതാക്കന്മാർക്കും ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകുമായിരുന്നു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റത്ത് ചെയ്തതിനു ശേഷം ഇവർ തങ്ങളുടെ വാർഷിക ധനസഹായം വാങ്ങുന്നതിനു വേണ്ടി അയാളുടെ പക്കൽ ചെന്നപ്പോൾ അയാൾ കാര്യങ്ങൾക്കിടയിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിച്ചു. അവരോട് ചോദിച്ചു, തങ്ങളുടെ മതഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ വ്യക്തി സത്യവാനാണോ അതോ അല്ലേ? അവർ പറഞ്ഞു, പ്രത്യക്ഷത്തിൽ അദ്ദേഹം ആ നബി തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ആരെക്കുറിച്ചാണ് നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഈ മറുപടി കേട്ടപ്പോൾ അയാൾക്ക് വിദ്വേഷം വെറുപ്പും ഉണ്ടായിരുന്നു. തെറ്റിപ്പിരിഞ്ഞു, അവരെ കഠിനമായി ചീത്ത പറഞ്ഞു. അവർക്ക് വർഷവും നൽകാറുണ്ടായിരുന്ന ധനസഹായം അല്ലെങ്കിൽ ദാനധർമ്മം അത് നൽകിയില്ല. യഹൂദി പണ്ഡിതന്മാരുടെ വരുമാനം ഇല്ലാതായപ്പോൾ അവർ കുറച്ചു കാലത്തിനു ശേഷം വീണ്ടും കഅബിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അടയാളങ്ങൾ മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റിയതാണ്. ഞങ്ങൾ ചിന്തിച്ചു, യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയല്ല, ആരെക്കുറിച്ചാണോ നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഈ മറുപടിയിലൂടെ കഅബിന്റെ ഉദ്ദേശം പൂർത്തിയായി. അയാൾ സന്തോഷിച്ച് അവർക്ക് ദാനധർമ്മം നൽകി. അവരുടെ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ശരിയാണ്, ഇത് ഒരു മതപരമായ എതിർപ്പ് ആയിരുന്നു. ഈ മതപരമായ എതിർപ്പ് അത്ര ആക്ഷേപം ഉന്നയിക്കപ്പെടാവുന്ന ഒരു കാര്യം അല്ല. അതിന്റെ പേരിൽ എന്തെങ്കിലും കഠിനമായ ശിക്ഷ എടുക്കേണ്ട ഒന്നും അല്ല. അല്ലെങ്കിൽ കഅബിനെ ഒരു കുറ്റവാളിയായി മനസ്സിലാക്കേണ്ട കാര്യവും ഇല്ല. അതിനുശേഷം കഅബിന്റെ ശത്രുത കൂടുതൽ അപകടകരമായ തരത്തിലായി. അവസാനം ബദർ യുദ്ധത്തിനു ശേഷം അയാൾ അത്തരത്തിലുള്ള ഒരു രീതി അവലംബിച്ചു. അത് കഠിനമായ കുഴപ്പം ഉണ്ടാക്കുന്നതായിരുന്നു, ഫിത്ന ഉണ്ടാക്കുന്നതായിരുന്നു, മുസ്ലിങ്ങൾക്ക് അങ്ങേയറ്റം കഠിനകരമായ അപകടകരമായ അവസ്ഥ ഉണ്ടാക്കുന്നതായിരുന്നു. ആദ്യം കഅബ് വിചാരിച്ചിരുന്നത് മുസ്ലിങ്ങളുടെ ഈ ആവേശം, ഈമാന്റെ ആവേശം, ഇതെല്ലാം തന്നെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ഉടനെ തന്നെ ഇല്ലാതായിത്തീരും, തിരിച്ച് അവർ തങ്ങളുടെ മതത്തിലേക്ക് വരുന്നതായിരിക്കും. എന്നാൽ ബദർ യുദ്ധത്തിൽ അസാധാരണമായ വിജയം ഉണ്ടായപ്പോൾ, ഖുറൈശികളുടെ അധിക നേതാക്കന്മാരും വധിക്കപ്പെട്ടപ്പോൾ അയാൾക്ക് വ്യാകുലത ഉണ്ടായി. പിന്നീട് അയാൾ തന്റെ മുഴുവൻ ശ്രമവും ഇസ്ലാമിനെ തുടച്ചു നീക്കാനും നശിപ്പിക്കാനും ചിലവഴിക്കാൻ ഉറച്ച തീരുമാനം എടുത്തു. അയാളുടെ ഹൃദയത്തിലെ വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ഏറ്റവും ആദ്യത്തെ പ്രകടനം ബദറിന്റെ അവസരത്തിൽ തന്നെ ഉണ്ടായി. ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞപ്പോൾ മക്കയിലെ കുഫാറുകൾക്കുമേൽ ഞങ്ങൾക്ക് വിജയം ഉണ്ടായിരിക്കുന്നു. അയാൾ പറഞ്ഞു, ഇതൊക്കെ കളവാണ്, ഇത് തെറ്റായ വാർത്തയാണ്. എന്നാൽ ഏതായിരുന്നാലും ഈ വാർത്ത സത്യമാണ് എന്ന് തെളിഞ്ഞപ്പോൾ, ഏതുപോലെ പറഞ്ഞു കഴിഞ്ഞു സത്യവാർത്തയാണ് എന്നറിഞ്ഞപ്പോൾ അയാളുടെ കോപം കൂടുതൽ ജ്വലിക്കാൻ തുടങ്ങി. അതിനുശേഷം മുസ്ലിങ്ങൾ ബദർ യുദ്ധം ജയിച്ച് തിരിച്ചു വന്നതിനു ശേഷം അയാൾ മക്കയിലേക്ക് യാത്ര ചെയ്തു. അവിടെ ചെന്ന് മക്കക്കാരെ തന്റെ വാഗ്ധോരണി കൊണ്ടും തന്റെ പ്രസംഗം കൊണ്ടും സംസാരം കൊണ്ടും കവിതകൾ കൊണ്ടും ഖുറൈശികളുടെ ഉള്ളിൽ മുസ്ലിങ്ങൾക്ക് എതിരിൽ ഉണ്ടായിരുന്ന അഗ്നിയെ കൂടുതൽ ശക്തമായ നിലയിൽ ആളിക്കത്തിക്കാൻ ശ്രമം നടത്തി. അത് കൂടുതൽ ശക്തമായ നിലയിലാക്കി. അവരുടെ ഹൃദയത്തിൽ മുസ്ലിങ്ങളുടെ രക്തത്തിനായി ഒരിക്കലും ശ്രമിക്കാത്ത ദാഹം ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ അവരുടെ ഹൃദയം വികാരം കൊണ്ടും പ്രതികാരദാഹം കൊണ്ടും നിറച്ചു.
കഅബിന്റെ പ്രകോപനം കാരണം അവരുടെ ചിന്തയിൽ അങ്ങേയറ്റത്തെ കാഠിന്യം ഉണ്ടായപ്പോൾ, ശക്തി ഉണ്ടായപ്പോൾ അയാൾ അവരെ കഅബയുടെ മുറ്റത്ത് കൊണ്ടുവന്ന് കഅബയുടെ തുണി അവരുടെ കൈകളിൽ നൽകുകയുണ്ടായി. എന്നിട്ട് അവരെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു, ഏതുവരെ ഇസ്ലാമിനെയും ഇസ്ലാം മത സ്ഥാപകരെയും, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നില്ലയോ അതുവരെ സ്വസ്ഥരായി ഇരിക്കുകയില്ല. പറയുന്നു, അയാളുടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാരണം മക്കയിൽ അഗ്നിസമാനമായ ഒരു അന്തരീക്ഷം ഉണ്ടായി. പിന്നീട് അയാൾ മറ്റു ഗോത്രങ്ങളിലേക്ക് തിരിച്ചു. എല്ലാ സമൂഹങ്ങളിലും ചെന്ന് മുസ്ലിങ്ങൾക്കെതിരിൽ ആളുകളെ പ്രകോപിപ്പിച്ചു. മുസ്ലിം സ്ത്രീകളെക്കുറിച്ചും മോശമായ കവിതകൾ പറഞ്ഞു. അതായത് തന്റെ ആവേശം ഉണ്ടാക്കുന്ന കവിതകൾ അങ്ങേയറ്റം മോശവും നീചവുമായ രീതിയിൽ മുസ്ലിം സ്ത്രീകളെക്കുറിച്ച് പരാമർശിച്ചു. ഏതുവരെ എന്നാൽ നബി കുടുംബത്തിലെ സ്ത്രീകളെ പോലും ഈ നീചമായ കവിതകൾക്ക് കുറിമാനമാക്കി. തന്റെ കവിതകളെക്കുറിച്ച് വലിയ ചർച്ചകൾ ഉണ്ടാക്കി. അയാൾ അതിന്റെ പരിധി ഇത്രമാത്രം ലംഘിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ വധിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ ഏതെങ്കിലും ഭക്ഷണത്തിനോ മറ്റോ വീട്ടിലേക്ക് ക്ഷണിച്ച ഏതാനും യഹൂദി യുവാക്കളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാനുള്ള തന്ത്രം ഉണ്ടാക്കി. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സമയത്ത് കാര്യം അറിയാൻ സാധിച്ചു. വധശ്രമം നടന്നില്ല. അവസ്ഥ ഇത്രമാത്രമായപ്പോൾ കഅബിന്റെ വാഗ്ദാന ലംഘനം, കലാപം, യുദ്ധത്തിനു പ്രേരണ നൽകൽ, കുഴപ്പമുണ്ടാക്കൽ, ചീത്തവിളി, വധശ്രമത്തിനുള്ള ഗൂഢാലോചന എല്ലാം തെളിവ് സഹിതം ലഭിച്ചപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അന്താരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏതൊന്നാണോ അങ്ങ് മദീനയിൽ വന്നതിനു ശേഷം മദീനക്കാരുമായി ഉണ്ടാക്കിയത്, മദീനയെ ഒരു റിപ്പബ്ലിക് രാജ്യം എന്ന നിലയിൽ സ്ഥാപിച്ചിരുന്നു. അവിടുന്ന് അതിന്റെ പ്രസിഡന്റും ഉന്നത ഭരണാധികാരിയുമായിരുന്നു. അവിടുന്ന് വിധി പുറപ്പെടുവിച്ചു, കഅബ് ബിൻ അഷ്റഫ് തന്റെ പ്രവർത്തനങ്ങൾ കാരണം വധാർഹനാണ്. തന്റെ സഹാബാക്കളോട് നിർദ്ദേശിച്ചു അയാളെ വധിക്കുക. എന്നാൽ ആ സമയത്ത് കഅബിന്റെ കുഴപ്പം കാരണം മദീനയിലെ അന്തരീക്ഷം അപ്രകാരം ആയി മാറിയിരുന്നു. അഥവാ അയാൾക്കെതിരിൽ നിയമാനുസൃതമായ നിലയിൽ പ്രഖ്യാപനമുണ്ടാക്കി വധിക്കുകയായിരുന്നുവെങ്കിൽ മദീനയിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു. പിന്നീട് പറയാൻ സാധിക്കുകയില്ല എത്രമാത്രം രക്തം ഒഴുക്കപ്പെടും, എത്രമാത്രം ആളുകൾ വധിക്കപ്പെടും. ഇത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധവും കുഴപ്പവും രക്തച്ചൊരിച്ചിലും പ്രശ്നങ്ങളും തടയുന്നതിനു വേണ്ടി ഇപ്രകാരം ഒരു തീരുമാനമെടുത്തു, നിശബ്ദമായ നിലയിൽ അയാളെ വധിച്ചു കളയുക. ഇതിനായി അവിടുന്ന് ഈ ഡ്യൂട്ടി ഔസ് ഗോത്രത്തിലെ മുഖ്ലിസായ ഒരു സഹാബി ഹദ്റത്ത് മുഹമ്മദ് ബിൻ മസ്ലമയെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ ഈ കാര്യം താക്കീത് ചെയ്തു. ഏതു മാർഗം സ്വീകരിച്ചാലും അതിൽ ഔസ് ഗോത്രത്തിന്റെ തലവൻ സഅദ് ബിൻ മുആദിന്റെ അഭിപ്രായം അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ആരും അറിയാതെ അയാളെ വധിക്കാനായി ഏതെങ്കിലും ഒരു കാരണമോ മറ്റോ ഉണ്ടാക്കേണ്ടതായി വരും. അതിന്റെ സഹായത്തിൽ കഅബിനെ തന്റെ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് വധിക്കുന്നതിനു വേണ്ടി. ഏതായിരുന്നാലും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി. അവിടുന്ന് പറഞ്ഞു, ശരി, നിങ്ങൾ എന്തു മാർഗമാണോ സ്വീകരിക്കാനുള്ളത് സ്വീകരിച്ചു കൊള്ളുക. അങ്ങനെ മുഹമ്മദ് ബിൻ മുസ്ലിമ സഅദ് ബിൻ മുആദിന്റെ അഭിപ്രായപ്രകാരം അബൂ നായിലെയും അതുപോലെ തന്നെ 2-3 സഹാബാക്കളെയും കൂട്ടി കഅബിന്റെ വീട്ടിലെത്തി. അയാളോട് പറഞ്ഞു, ഞങ്ങളുടെ സാഹിബ്, അതായത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് സദക്ക ചോദിക്കുന്നു. ഞങ്ങളുടെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. നീ ഞങ്ങൾക്ക് അല്പം കടം നൽകുമോ? ഇത് കേട്ട് അയാൾ വളരെയധികം സന്തോഷിച്ചു. പറഞ്ഞു, ആ ദിവസം വിദൂരമല്ല, നിങ്ങൾ ഈ വ്യക്തിയെ വിട്ടുപിരിഞ്ഞ് അയാളെ ഉപേക്ഷിക്കും. അപ്പോൾ മുഹമ്മദ് മറുപടി നൽകി, ഏതായിരുന്നാലും ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയിരിക്കുന്നു. ഞങ്ങൾ ഈ ജമാഅത്തിന്റെ അന്ത്യം എന്തായിരിക്കും എന്ന് കാണുകയും ചെയ്യുന്നു.
എന്നാൽ നീ പറയുക, കടം നൽകുമോ അതോ ഇല്ലേ? കഅബ് പറഞ്ഞു, ഞാൻ നൽകാം, എന്നാൽ എന്തെങ്കിലും ഒരു വസ്തു പണയം വെക്കുക. അപ്പോൾ ചോദിച്ചു, എന്താണ് പണയം വെക്കേണ്ടത്? അപ്പോൾ ആ നീചനായ വ്യക്തി പറഞ്ഞു, ആദ്യം പറഞ്ഞ കാര്യം നിങ്ങളുടെ സ്ത്രീകളെ പണയം വെക്കുക, എന്റെ പക്കൽ പണയം വെക്കുക എന്നാണ്. അവർക്ക് വലിയ കോപം വന്നു. നിന്നെ പോലുള്ള ആളുടെ പക്കൽ ഞങ്ങൾ ഞങ്ങളുടെ സ്ത്രീകളെ എങ്ങനെ പണയം വെക്കാനാണ്? അയാൾ പറഞ്ഞു, എന്നാൽ ആൺമക്കളെ വെക്കുക. അവർ പറഞ്ഞു, ഇതും സാധ്യമല്ല, ഞങ്ങൾ മുഴുവൻ അറേബ്യയുടെയും കുത്തുവാക്ക് ഏറ്റുവാങ്ങാൻ തയ്യാറല്ല. അഥവാ നീ കാരുണ്യം കാണിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആയുധം നിന്റെ അടുത്ത് പണയം വെക്കാം. കഅബ് ഈ കാര്യം അംഗീകരിച്ചു. മുഹമ്മദ് ബിൻ മസ്ലമയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും രാത്രിയിൽ വരാം എന്ന് പറഞ്ഞു തിരിച്ചുപോയി. രാത്രിയായപ്പോൾ ഇവർ തുറന്ന നിലയിൽ തങ്ങളുടെ ആയുധവുമായി വന്നു. അയാളെ വിളിച്ചു വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അയാളെ പിടിച്ചുകെട്ടി വധിച്ചു കളഞ്ഞു. അപ്പോൾ വധിച്ചു കഴിഞ്ഞപ്പോൾ സെയ്ദിനെ കുറിച്ചുള്ള പരാമർശം കാണാം. അദ്ദേഹത്തിന് പരിക്ക് പറ്റി. തങ്ങളുടെ ആളുകളുടെ വാൾ അദ്ദേഹത്തിന് കൊണ്ടു. പിന്നീട് അയാളെ വധിച്ചു കഴിഞ്ഞപ്പോൾ സുൽത്താൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ വന്ന് വധത്തെക്കുറിച്ച് അറിവ് നൽകി. രാവിലെ അയാളുടെ വധത്തെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധമായപ്പോൾ നഗരത്തിൽ വലിയ ഒച്ചപ്പാടുണ്ടാക്കി. എല്ലാ യഹൂദികളും ആവേശത്തിലായി. അടുത്ത ദിവസം രാവിലെ യഹൂദികളുടെ ഒരു സംഘം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സമക്ഷത്തിൽ വന്നു. എന്നിട്ട് പരാതി പറഞ്ഞു, ഞങ്ങളുടെ നേതാവ് കഅബ് ബിൻ അഷ്റഫ് ഈ വിധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് കേട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ നിരാകരിക്കുകയല്ല ചെയ്തത്, എനിക്കറിയില്ല എന്നും പറഞ്ഞില്ല, അങ്ങനെ ഒരു കാര്യവും പറഞ്ഞില്ല. മറിച്ച് അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ കഅബ് ഏതെല്ലാം വിധത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തു എന്ന്? പിന്നീട് അവിടുന്ന് ചുരുങ്ങിയ നിലയിൽ കഅബിന്റെ വാഗ്ദാന ലംഘനം, യുദ്ധത്തിനുള്ള പ്രകോപനം, യുദ്ധം, കുഴപ്പമുണ്ടാക്കൽ, ചീത്ത പറയൽ, വധശ്രമം എന്നിവയെല്ലാം ഓർമ്മപ്പെടുത്തി. അപ്പോൾ അവർ ഭയപ്പെട്ട് നിശബ്ദരായി. അവരുടെ ആവേശം തണുത്തു. അവർക്ക് കാര്യം മനസ്സിലായി, കാര്യത്തിൽ യാഥാർത്ഥ്യമുണ്ട്, ഇതിനുള്ള ശിക്ഷ ഇത് തന്നെയായിരിക്കണമെന്ന്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനിയെങ്കിലും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും കരാർ ചെയ്യുക. ശത്രുതയും വിദ്വേഷത്തിന്റെയും കുഴപ്പത്തിന്റെയും വിത്ത് പാകാതിരിക്കുക. അങ്ങനെ യഹൂദികളുടെ തൃപ്തിയോടുകൂടി ഭാവിയിലേക്കായി ഒരു പുതിയ കരാർ എഴുതപ്പെട്ടു. യഹൂദികളും മുസ്ലിങ്ങളും കൂടെ സമാധാനത്തോടുകൂടി കുഴപ്പത്തിൽ നിന്നും ഫിത്നയുടെ മാർഗത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ കരാറിൽ ഏർപ്പെട്ടു. ഈ കരാർ ഹസ്രത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിച്ചു. ചരിത്രത്തിൽ ഒരു സ്ഥലത്തും തന്നെ ഇതിനെക്കുറിച്ചുള്ള പരാമർശം ഇല്ല. യഹൂദികൾ എപ്പോഴെങ്കിലും കഅബ് ബിൻ അഷ്റഫിന്റെ വധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ മേൽ ആരോപണം ഉന്നയിച്ചതായി കാണാൻ സാധ്യമല്ല. കാരണം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ കാര്യം ഉണ്ടായിരുന്നു. കഅബിന് അർഹിച്ച ശിക്ഷയാണ് കഅബ് നേടിയത്. ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, പാശ്ചാത്യ എഴുത്തുകാർ ഈ ആരോപണം പിന്നീടാണ് എഴുതുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദനീയമല്ലാത്തൊരു കൊല നടത്തി. ഇത് തെറ്റായ കാര്യം ആയിരുന്നു. അദ്ദേഹം എഴുതുന്നു, ഇത് അനുവദനീയമല്ലാത്ത കൊല ആയിരുന്നില്ല. കാരണം കഅബ് ബിൻ അഷ്റഫ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സമാധാനത്തിന്റെ കരാർ ചെയ്തിരുന്നു. മുസ്ലിങ്ങൾക്കെതിരിൽ നടപടിയെടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, അയാൾ ഈ കാര്യത്തിൽ കരാർ ചെയ്തിരുന്നു. അയാൾ എല്ലാ പുറത്തുനിന്നുള്ള ശത്രുക്കൾക്കെതിരിൽ മുസ്ലിങ്ങളെ സഹായിക്കും, മുസ്ലിങ്ങളോട് സൗഹൃദ ബന്ധം സൂക്ഷിക്കും. അയാൾ ഈ കരാർ അനുസരിച്ച് ഈ കാര്യവും അംഗീകരിച്ചിരുന്നു. മദീനയിൽ ഉണ്ടായിട്ടുള്ള ജനാധിപത്യ ഭരണകൂടത്തിൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രസിഡന്റ് ആയിരിക്കും. എല്ലാവിധത്തിലുള്ള തർക്കങ്ങളിലും മറ്റും അങ്ങയുടെ തീരുമാനം എല്ലാവർക്കും സ്വീകരിക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ ഹദ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് പറയുന്നു, ചരിത്രത്തിൽ നിന്ന് തെളിയുന്നു, ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ യഹൂദികൾ തങ്ങളുടെ തർക്കങ്ങളും മറ്റും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ കൊണ്ടുവരാറുണ്ടായിരുന്നു. അവർക്കിടയിൽ കൽപ്പനകൾ പുറപ്പെടുവിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഈ അവസ്ഥകൾ ഉണ്ടായിരിക്കെ കഅബ് എല്ലാവിധത്തിലുള്ള കരാറുകളും തള്ളിക്കളഞ്ഞു, ഉപേക്ഷിച്ചു, പിൻപുറം തള്ളിക്കളഞ്ഞു. മുസ്ലിങ്ങളുമായി എന്നല്ല, യാഥാർത്ഥ്യം ഇതാണ്, ഭരണകൂടവുമായി. മുസ്ലിങ്ങളെ കുറിച്ചുള്ള പ്രശ്നമല്ല ഇത്, മറിച്ച് സമയത്തെ ഭരണകൂടത്തോട് വഞ്ചന കാണിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണകൂടത്തിന്റെ തലവൻ ആയിരുന്നു. മദീനയിൽ കുഴപ്പവും ഫിത്നയുടെയും വിത്തുപാകുകയുണ്ടായി. രാജ്യത്ത് യുദ്ധത്തിന്റെ തീ കത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി.
മുസ്ലിങ്ങൾക്കെതിരിൽ അറബി ഗോത്രങ്ങളെ അപകടമായ രീതിയിൽ പ്രകോപിപ്പിച്ചു. മുസ്ലിം സ്ത്രീകളെ കുറിച്ച് മോശമായിട്ടുള്ള കവിതകൾ ചൊല്ലുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാനുള്ള ഗൂഢാലോചന നടത്തുകയുണ്ടായി. ഈ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള അവസ്ഥയിലാണ് ഇത് ചെയ്തത്. മുസ്ലിങ്ങൾ മുമ്പ് തന്നെ 4 ഭാഗത്തു നിന്നും പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയായിരുന്നു. അവർക്ക് വളരെ പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടാക്കുകയുണ്ടായി. ഈ അവസ്ഥയിൽ കഅബിന്റെ എന്ന് പറയുന്നത് ഒരുപാട് കുറ്റങ്ങളുടെ ഒരു സമ്മേളനം എന്ന് മാത്രമല്ല, അയാൾക്കെതിരിൽ ഒരു നടപടി എടുക്കേണ്ടതല്ലാത്ത കുറ്റം ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരിൽ നടപടി എടുക്കുകയുണ്ടായി, ഈ ചുവട് വെക്കുകയുണ്ടായി. ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, ഇന്ന് സാംസ്കാരികരെന്ന് പറയുന്ന രാജ്യങ്ങളിൽ പോലും കലാപത്തിനും അതേപോലെ തന്നെ വാഗ്ദാന ലംഘനത്തിനും യുദ്ധത്തിന് പ്രകോപനം ഉണ്ടാക്കുന്നതിനും വധശ്രമത്തിന് ഗൂഢാലോചന ചെയ്യുക മുതലായ കുറ്റവാളികൾക്ക് വധശിക്ഷയാണ് നൽകുന്നത്. അപ്പോൾ പിന്നെ ആക്ഷേപത്തിന് എന്തർത്ഥമാണുള്ളത്? പിന്നീട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വധിച്ച മാർഗമാണ്. അയാളെ എന്തുകൊണ്ടാണ് രാത്രി നിശബ്ദമായ നിലയിൽ വധിച്ചത്? ഇതിനെക്കുറിച്ച് പറയുന്നു, ഇത് ഓർത്തിരിക്കേണ്ടതാണ്. അറബികളിൽ ഒരു സുസ്ഥിരമായ ഭരണകൂടം ഉണ്ടായിരുന്നില്ല. ഒരു തലവൻ ഉണ്ടായിരുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനമാണ് ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഓരോ വ്യക്തിയും ഓരോ ഗോത്രവും സ്വതന്ത്രവും സ്വയം പര്യാപ്തരുമായിരുന്നു. അഥവാ അവർ സ്വയം അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, മൊത്തത്തിലുള്ള തീരുമാനം ഉണ്ടാകണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുത്ത് വരുമായിരുന്നു. ഇനി സ്വന്തം നിലയിൽ ഓരോ ഗോത്രത്തിനും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അത്തരം അവസരത്തിൽ ഏത് കോടതിയാണ് ഉണ്ടായിരുന്നത്? കഅബിനെതിരെ ഒരു കേസ് കൊടുത്തുകൊണ്ട് വിധി പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി, അങ്ങനെ വധത്തിനുള്ള കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി യഹൂദികളുടെ അടുത്താണ് പരാതി പറയുന്നതെങ്കിൽ യഹൂദികളുടെ നേതാവായിരുന്നു അയാൾ. മുസ്ലിങ്ങളോട് സ്വയം അവർ വഞ്ചന കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫിത്നകൾ ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് യഹൂദികളുടെ അടുത്ത് പോവുക എന്ന് പറയുന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. സുലൈം, അഫ്വാൻ എന്നീ ഗോത്രങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അവർ കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടയിൽ തന്നെ 4-5 പ്രാവശ്യം മദീനയെ രാത്രിയിൽ ആക്രമിക്കാൻ ശ്രമം നടത്തുകയുണ്ടായി. അവരിൽ നിന്നും അതുകൊണ്ട് നീതി ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല. അപ്പോൾ അവിടുന്ന് എഴുതുന്നു, ആ സമയത്തെ അവസ്ഥ നോക്കുക, എന്നിട്ട് ചിന്തിക്കുക, മുസ്ലിങ്ങൾക്ക് അതല്ലാതെ മറ്റെന്ത് മാർഗമാണ് ഉണ്ടായിരുന്നത്? ഒരാൾ ഇത്തരത്തിൽ പ്രകോപനവും യുദ്ധത്തിനുള്ള പ്രേരണയും കുഴപ്പവും വധശ്രമവും നടത്തുന്നത് കാരണം ജീവിതം പ്രശ്നമാവുകയും രാജ്യത്ത് സമാധാനം നശിക്കുകയും ചെയ്യുമ്പോൾ അയാളെ സുരക്ഷിതമായി നോക്കിക്കൊണ്ട് അവസരം പാർത്തുകൊണ്ട് അയാളെ വധിച്ചു കളയുക എന്നല്ലാതെ മറ്റ് എന്ത് മാർഗമാണുള്ളത്? കാരണം ഇത് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ്. വളരെ കുഴപ്പമുള്ള ഒരാളെ വധിക്കുകയും അതിലൂടെ ഒരുപാട് രാജ്യത്തിലെ സമാധാനം ആഗ്രഹിക്കുന്ന പൗരന്മാരുടെ ജീവൻ രക്ഷിക്കുകയും രാജ്യത്തിന്റെ സമാധാനം രക്ഷിക്കുക എന്നുള്ളത്. അള്ളാഹും ഇത് തന്നെയാണ് പറയുന്നത്. ഫിത്ന എന്ന് പറയുന്നത് വധത്തേക്കാൾ വലുതാണ്. ഏതായിരുന്നാലും ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്കും യഹൂദികൾക്കും ഇടയിലുണ്ടായ കരാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ പൗരനായിരുന്നില്ല, മറിച്ച് ആ ഭരണകൂടത്തിന്റെ പ്രസിഡന്റായിരുന്നു. ഏതൊന്നാണോ മദീനയിൽ സ്ഥാപിതമായിരുന്നത്, അങ്ങയ്ക്ക് ഈ അധികാരം നൽകുന്നു. എല്ലാ പ്രശ്നങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിലും എന്ത് തീരുമാനമാണോ എടുക്കാനുള്ളത് അത് എടുത്തുകൊള്ളുക. രാജ്യത്തിന്റെ സമാധാനത്തെ മുൻനിർത്തിക്കൊണ്ട് കഅബിന് ഫിത്ന ഉണ്ടാക്കിയത് കാരണം അയാളെ വധാർഹനായി അവിടെ നിശ്ചയിച്ചുവെങ്കിൽ അത് അത്ര വലിയ കാര്യമായിരുന്നില്ല. അതുകൊണ്ട് 1300 വർഷങ്ങൾക്ക് ശേഷം ഇസ്ലാമിന്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്നവരുടെ ആരോപണം തികച്ചും നിരർത്ഥകമാണ്. അന്നത്തെ യഹൂദികൾ അങ്ങയുടെ കാര്യത്തിൽ ഒരിക്കലും ഒരാരോപണം ഉന്നയിച്ചിട്ടില്ല, ഒരിക്കലും ആരോപണം ഉന്നയിച്ചിട്ടില്ല, ഇത്ര ദീർഘകാലമായിട്ടും. ഇതായിരുന്നു അവസ്ഥ. ഏതായിരുന്നാലും ഇതിൽ ഹദ്റത്ത് സയ്യിദിനെ കുറിച്ചുള്ള പരാമർശമാണ് നടന്നിരുന്നത്. ഈ വധത്തിൽ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു. ആ ടീമിൽ, അതിനായി നിയോഗിച്ച ടീമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലും ഇസ്ലാമിലുമുള്ള ആരോപണം തീവ്രവാദത്തിന്റെ ആരോപണവും തെറ്റാണ്. അയാൾക്ക് ഇതിനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. അയാൾക്ക് ശിക്ഷ ലഭിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണകൂടത്തിന്റെ തലവൻ എന്ന നിലയിൽ അയാൾക്ക് ശിക്ഷ നൽകുകയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഈ സംഭവത്തോടുകൂടി നിർത്തുന്നു. അള്ളാഹു എപ്പോഴും ഇസ്ലാമിനെയും ഇത്തരത്തിലുള്ള ഫിത്നകളിൽ നിന്ന് സുരക്ഷിതമാക്കി വെക്കട്ടെ. ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പഴയ കാര്യങ്ങളിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഇവര് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം സ്വയം ഫിത്നയിൽ അകപ്പെട്ടിരിക്കുകയാണ്, ഫിത്നയ്ക്ക് കാരണമായി കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിലും ത്തിനുള്ളിലും
മുസ്ലിം ഭരണകൂടത്തിന് ഉള്ളിലും. അള്ളാഹു ഇസ്ലാമിനെ ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാട്ടെ. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നിയോഗിച്ചിരിക്കുന്ന മാർഗദർശകനെ, ആരാണോ ഇസ്ലാമിന്റെ പുനരുജ്ജീവനത്തിനു വേണ്ടി വന്നിരിക്കുന്നത്, അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനുള്ള തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.